സംസ്ഥാനത്തിന് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നെല്ല് സംഭരണത്തെയും ബാധിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം 2 മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെ കർഷകർക്ക് ലഭിച്ചില്ല. നെല്ല് സംഭരിച്ച ഇനത്തിൽ 30 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തൊട്ടാകെ സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. നെല്ല് സംഭരിച്ച ഇനത്തിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം 20 കോടിയിലധികം രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. കോട്ടയത്ത് 4.9 കോടിയും പാലക്കാട് 1.25 കോടിയും നൽകാനുണ്ട്. കുട്ടനാട് പാടശേഖരങ്ങളിൽ നിന്ന് സെപ്റ്റംബർ ആദ്യ ആഴ്ച മുതൽ സപ്ലൈകോ നെല്ല് സംഭരിച്ചു തുടങ്ങിയതാണ്. പണം ഒരാഴ്ചയ്ക്കകം ബാങ്ക് വഴി വിതരണം ചെയ്യണമെന്നാണ് വ്യവസ്ഥയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും 1 രൂപ പോലും ലഭിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. PRS കിട്ടിയ 5 ദിവസത്തിനുള്ളിൽ പണം കർഷകരുടെ അക്കൗണ്ടിൽ വരുമെന്ന് ഇത്തവണ മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് പണം കിട്ടാത്തതുകൊണ്ട് അടുത്ത വിളവെറുക്കാൻ ബുദ്ധിമുട്ടാണ് കർഷകർക്ക്. കാലം തെറ്റി പെയ്ത മഴയും രോഗങ്ങളും കാരണം രണ്ടാം കൃഷിക്ക് പ്രതീക്ഷിച്ചത്ര വിളവ് ലഭിച്ചിരുന്നില്ല. ഉള്ള നെല്ലിൻ്റെ വിലയൊട്ട് സർക്കാർ നൽകുന്നുമില്ല. അതേസമയം തന്നെ കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് തുടരുകയാണ്. കൊയ്ത്തന്ത്രം ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തതും കർഷകരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. രഘുനാഥ് നാരായണൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.